സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിൽ സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് പ്രകൃതി അണിയിച്ചൊരുക്കിയ അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയ്ക്കടുത്തുള്ള ഇല്ലിക്കൽ കല്ല്. ഇന്ന് ഞങ്ങളുടെ യാത്ര ഇല്ലിക്കൽ കല്ലിലേക്കാണ്. തെക്കൻ കേരളത്തിലുള്ളവർക്കും മധ്യ കേരളത്തിലുള്ളവർക്കും ഒറ്റ ദിവസം കൊണ്ട് അതിവേഗത്തിൽ പോരാൻ പറ്റിയ ഒരു അടിപൊളി ടൂറിസ്റ്റ് കേന്ദ്രം തന്നെയാണ് ഇല്ലിക്കൽ കല്ല്. കോട്ടയം ജില്ലയിലെ മറ്റുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമാണ് ഈ സ്ഥലവും ഇവിടേക്കുള്ള യാത്രയും. കൊടൈക്കനാലിലെ പില്ലർ റോക്സിനോട് സാദൃശ്യമുള്ളതാണ് ഇല്ലിക്കൽ മല. മീനച്ചിലാറിന്റെ ഉത്ഭവവും ഇവിടെ നിന്നാണ്. ഇല്ലിക്കൽ മലയിൽ നിന്ന് ഒഴുകുന്ന ചെറു അരുവികളാണ് മീനച്ചിലാറായിട്ട് രൂപപ്പെടുന്നത്. നമ്മൾ ഈ യാത്ര ചെയ്യുന്ന റോഡിന് വേറെ പ്രത്യേകത കൂടിയുണ്ട്. കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ഒരു റോഡ് കൂടിയാണിത്. കോടമഞ്ഞ് നിറഞ്ഞ വഴികളിലൂടെ നിർത്താതെ വീശുന്ന കാറ്റും കൊണ്ട് പച്ചപ്പ് നിറഞ്ഞ മലനിരകളും താഴ്വാരങ്ങളും ചെറു അരുവികളെല്ലാം കണ്ട് ഞങ്ങൾ അങ്ങനെ ഏകദേശം ഇല്ലിക്കൽ കല്ലിന്റെ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ. നമ്മുടെ വാഹനങ്ങളിൽ നമുക്ക് ഇവിടം വരെ യാത്ര ചെയ്യാനുള്ള അനുവാദമേ ഉള്ളൂ. ഇവിടുന്ന് കാണുന്നതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. അവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഇനി മുകളിലേക്ക് ഏകദേശം 1 കിലോമീറ്റർ കൂടുതൽ ദൂരമുണ്ട്. അവിടെ നമുക്ക് നടന്നോ അല്ലെങ്കിൽ DTPCയുടെ ജീപ്പിലോ നമുക്ക് മുകളിലേക്ക് യാത്ര ചെയ്യാം. ഇവിടെ ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ് 20 രൂപയാണ്. നമ്മൾ ജീപ്പിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ജീപ്പ് സഫാരിയും കൂടെ ചേർത്ത് ഒരാൾക്ക് വരുന്നത് 59 രൂപയാണ്. ഇവിടുന്ന് ഈ വ്യൂ പോയിന്റിലേക്ക് പോകുന്ന ആ 1 കിലോമീറ്റർ ദൂരം കുത്തനെയുള്ള ഒരു കയറ്റമാണ്. നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ജീപ്പിൽ പോകുന്നതായിരിക്കും നല്ലത്. ഞങ്ങൾ നടന്നാണ് മുകളിലേക്ക് കയറാൻ തുടങ്ങിയത്. നടക്കാൻ കഴിവുള്ളവരാണെന്നുണ്ടെങ്കിൽ ജീപ്പിലൊന്നും കയറി പോകാതെ മാക്സിമം നടന്നു പോകുന്നതാണ് അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗി. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലത്തെ അതിമനോഹരമാക്കുന്നത് അവിടേക്കുള്ള യാത്രകൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ യാത്രകൾ എക്സ്പ്ലോർ ചെയ്ത് തന്നെ യാത്ര ചെയ്യുക എന്നുള്ളതാണ്. ആ കാണുന്നിടത്തു നിന്നാണ് നമ്മൾ നടന്നു തുടങ്ങിയത്. ഞങ്ങൾ നടന്ന് കുറേ അങ്ങ് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അത് കാറ്റാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാതെ വീശിക്കൊണ്ടിരിക്കുകയാണ്. നല്ല റോഡായതുകൊണ്ട് തന്നെ നടക്കാനധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് നടന്നു കയറാൻ പറ്റും. ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ നമ്മുടെ വ്യൂ പോയിന്റിലേക്ക് കയറാനുള്ള ആ ഭാഗത്തേക്ക്. നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോഴേക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ പാർക്കിംഗ് ഏരിയയിൽ കണ്ടതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴേക്കും ചായയും സ്നാക്സ് എല്ലാം കിട്ടുന്ന നിരവധി കടകളുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഈ വ്യൂ പോയിന്റിലേക്കുള്ള കുന്നിമുകളിലേക്കാണ്. വ്യൂ പോയിന്റിലേക്ക് നമ്മൾ ഇതുവഴിയാണ് നടന്നു കയറേണ്ടത്. കുറച്ച് ദൂരമേ ഉള്ളൂ. അതായത് ആ താഴെ നിന്ന് കുന്നിമുകളിലേക്ക് കുറച്ച് ദൂരം ഇതുപോലുള്ള വഴിയാണ്. ഈ സ്റ്റീലിന്റെ കൈവരി കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അധികം ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് മുകളിലേക്ക് കയറാനും താഴേക്ക് ഇറങ്ങാനൊക്കെ പറ്റും. നിമിഷങ്ങൾക്കുള്ളിലാണ് ഇവിടുത്തെ കാലാവസ്ഥ മാറുന്നത്. കാരണം നമ്മൾ ആ കുന്നിമുകളിൽ കയറി വ്യൂ പോയിന്റിൽ നിന്ന് കുറച്ച് സമയമായപ്പോഴേക്ക് തന്നെ കോടയായി, നമുക്കൊന്നും കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി. ഇല്ലിക്കൽ കല്ല് എന്നുള്ളത് വെറും ഒരു കല്ല് മാത്രമല്ല, 3 പാറക്കല്ലുകൾ ചേർന്നുള്ള ഒരു കൂട്ടമാണ്. ഈ 3 പാറക്കല്ലുകളിലും 3 വ്യത്യസ്ത ആകൃതിയിലാണുള്ളത്. അതുപോലെ തന്നെ ഈ 3 കല്ലുകൾക്കും 3 പേരുകളാണ്. ഞങ്ങളങ്ങനെ കുറേ സമയം ആ വ്യൂ പോയിന്റിലൊക്കെ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. മഴക്കാലം ആയി കഴിഞ്ഞാൽ നമ്മളെ ഈ കാടും മലയൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇടിമിന്നലേൽക്കാൻ സാധ്യത കൂടിയ ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഇടിമിന്നലെല്ലാം ഉള്ള സമയങ്ങളിൽ ഇവിടേക്കുള്ള യാത്ര കുറച്ച് റിസ്ക് ആയിരിക്കും. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് നമുക്ക് ഇല്ലിക്കൽ കല്ലിലേക്ക് കയറാനുള്ള ടൈം.
ഇല്ലിക്കൽ കല്ലിനോട് ചേർന്ന് കിടക്കുന്ന മറ്റു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് ഇലവിഴ, പൂഞ്ചിറയും വാഗമണ്ണെല്ലാം. നിങ്ങൾ വാഗമണ്ണിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്ഥിരം കാഴ്ചകൾക്കപ്പുറത്തേക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും ഇവിടേക്കുള്ള യാത്രയും ഈ സ്ഥലങ്ങളെല്ലാം. അതുപോലെ തന്നെ കട്ടിക്കയം, മർമല വെള്ളച്ചാട്ടങ്ങളൊക്കെ ഇതിനോട് ചേർന്ന് കിടക്കുന്ന വേറെയും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. ബസ്സിലൊക്കെ വരാൻ പ്ലാൻ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ പാലായിൽ നിന്ന് ഈരാറ്റുപേട്ട വഴി ഇല്ലിക്കൽ കല്ലിൻ്റെ പാർക്കിംഗ് ഏരിയ വരെ ശനി ഞായർ ദിവസങ്ങളിൽ മാത്രം പ്രൈവറ്റ് ബസ് സർവീസ് നടത്തുന്നുണ്ട്. ബസ്സിൻ്റെ ടൈം രാവിലെ 7:57 പാലായിൽ നിന്നെടുത്ത് 8:30 ആകുമ്പോഴേക്ക് ഈരാറ്റുപേട്ട എത്തും. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് വേറെ സർവീസ് ഉണ്ട്. 12:20 എടുക്കുന്ന ബസ് 12:53 ആകുമ്പോഴേക്ക് ഈരാറ്റുപേട്ടയിലെത്തും. പാലായിൽ നിന്നോ ഈരാറ്റുപേട്ടയിൽ നിന്നോ ഈ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇല്ലിക്കൽ കല്ലിൻ്റെ പാർക്കിംഗ് ഏരിയ വരെ യാത്ര ചെയ്യാൻ കഴിയും. ഓർക്കുക, ശനി ഞായർ ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇല്ലിക്കൽ കല്ലിൻ്റെ പാർക്കിംഗ് ഏരിയ വരെ ബസ് സർവീസ്. സമയം അങ്ങനെ ഒരുപാടായി, ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.